ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയിലത്തെ വിശേഷമാണ്. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിക്കാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റു. ഞാൻ ഇന്ന് കുറേ ലേറ്റായിട്ട് എണീറ്റ്. അപ്പോൾ ഇന്നലെ ഡിവൈൻ്റെ വീഡിയോയിൽ ഒന്ന് രണ്ട് പേര് ചോദിച്ചു എന്ത് പറ്റി ആൻറ്റിക്ക് എന്നുള്ളത്. എനിക്കും പേഴ്സണലി കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ, എന്താ പറ്റിയേ ചോദിച്ചിട്ട്. വേറെ ഒന്നുമില്ല, എനിക്ക് പോകുന്നതിൻ്റെ മുമ്പ് എനിക്ക് വലിയ സുഖം ഉണ്ടായിരുന്നില്ല. ഭയങ്കര കോൾഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ശബ്ദം പോയി. പക്ഷെ ഞാനത് നോക്കാണ്ട് കുട്ടികളുടെ കൂടെ ട്രെയിൻ യാത്രയ്ക്ക് പോയി. നിങ്ങൾ കണ്ടല്ലോ, കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കും എനിക്ക് തീരെ പറ്റാണ്ടായി. അപ്പോൾ ഇന്നലെ ഫുൾ ഞാൻ കിടപ്പായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സാരികളൊന്നും കണ്ടത് ഓർമ്മയില്ല. പിന്നെ സംഭവം നമ്മളുടെ ഓൺ ഇതാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളാണെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, ഇത് നിനക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ കുറേ പേര് ചോദിച്ചു ആൻറ്റിക്ക് എന്താ ഇഷ്ടമില്ലാണ്ടാണോ എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കതൊന്നുമല്ല, എനിക്ക് തീരെ പറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചാക്കോച്ചനെ എടുത്തിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അതുകൊണ്ടാണ്, അല്ലാണ്ട് എനിക്ക് വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല കേട്ടോ. തീരെ വയ്യായിരുന്നു, പക്ഷേ ഓക്കെ ആയി. എൻ്റെ ശബ്ദത്തിനൊരു ചെറിയൊരു പതർച്ചയുണ്ട്, എന്നാലും ഞാൻ ഓക്കെയാണ് കേട്ടോ. അങ്ങനെ രാവിലെ ഇന്ന് ഉപ്പുമാവായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് നൂഡിൽസ് ആയിരുന്നു. അപ്പോൾ ഇവർക്ക് മില്ലറ്റ്സിൻ്റെ നൂഡിൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ കിട്ടും. എനിക്ക് ഇതിൻ്റെ സ്ലർപ്പ് ഏതോ ഒരു സംഭവത്തിൻ്റെയാണ്, അത് കുട്ടികളോട് ചോദിച്ചറിയാം. അപ്പോൾ സാധാരണ കുട്ടികൾക്ക് ഈ നൂഡിൽസ് കൊടുക്കുമ്പോൾ എപ്പോഴും കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കുട്ടികൾക്കായിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. മില്ലറ്റ്സിൻ്റെ നൂഡിൽസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് മൊത്തത്തിലൊന്ന് നോക്കി. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ വീഡിയോസ് കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ തുണികളൊക്കെ 2 ദിവസമായിട്ട് കെടുക്കായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് ഉള്ളിലിട്ടു. പിന്നെ രാവിലെ എണീറ്റപ്പോൾ ചെറിയൊരു മഴയുണ്ടായിരുന്നു. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പോയി വീണ്ടും നമ്മളുടെ ചൂടായ അന്തരീക്ഷമായിട്ടോ. അപ്പോൾ ഞാനിവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ച് തുണികൾ ഉണങ്ങിയതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അതൊക്കെ മടക്കി വെച്ച് അത് കഴിഞ്ഞ് 3 മണിക്ക് ശരിക്കും ഒരു ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വെയിറ്റ് ചെയ്തു, കണ്ടില്ല. അപ്പം ഞങ്ങൾ 4 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പോകേണ്ട സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നിങ്ങളെ ശരിക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിട്ടില്ല. കാണിക്കാൻ പറ്റുന്ന സമയമാകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ അന്ന് പോയത് ഇതിനായിരുന്നു എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് സാധാരണ ഞാൻ ഒന്നും മറച്ചു വയ്ക്കാറില്ല, പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മറച്ചു വയ്ക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാനും ഡിംപിളും പാച്ചും ഡാഡിയും കൂടിയിട്ട് പോയത്. അപ്പോൾ പാച്ചുവിന് ശരിക്കും പറഞ്ഞാൽ ചുമയൊക്കെ ഉണ്ട്. മരുന്ന് കഴിക്കാനെന്ന് വെച്ചാൽ ഭയങ്കര മടിയാണ്. പക്ഷെ നമുക്ക് നിവൃത്തിയില്ല, അവനെ കൊണ്ടുപോകാണ്ട് പറ്റില്ല. അപ്പോൾ തോമും ഡിവൈനും ചാക്കോച്ചനും വീട്ടിൽ നിന്നു. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. നമ്മുടെ നെല്ലൂന്ന് പള്ളി അമ്മാമ്മ കിടക്കുന്ന സ്ഥലമാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയണതല്ലേ അത്. അങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിയിട്ടോ. ഇത് മടങ്ങുന്ന സംഭവമാണ്. പോയ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ഒരാഴ്ച ഇങ്ങനെ കുറച്ച് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ യാത്രകളും കാര്യങ്ങളാണ്. ഓരോരുത്തരും ഓരോ രീതിയിലുള്ള യാത്രകളാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ ബിസ്മിയിൽ കയറി. കാരണം രാവിലേക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തക്കിട തരികിട പരിപാടികളാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം. അപ്പോൾ നാളേക്ക് എന്തായാലും നൂലപ്പം വാങ്ങിക്കാമെന്ന് പറഞ്ഞ് നൂലപ്പം വാങ്ങി. അത് ഞങ്ങൾ ചായയും ബജ്ജിയൊക്കെ അവിടെ നിന്ന് കഴിച്ചു കേട്ടോ. കാരണം ഞങ്ങൾ ഒരു 3:30-4 മണിയാകുമ്പോൾ ഇറങ്ങിയതാണ്. സംഭവം ചായയും കുഴലപ്പൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയതെങ്കിലും പിന്നെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ചായ കുടിക്കാം. എന്തായാലും ബിസ്മിയിൽ ഇറങ്ങിയ ഒരു ചായ കുടിക്കുന്നത് പതിവാണ്. അങ്ങനെ അവിടെ നിന്ന് ചായയും മുളക് ബജിയും പിന്നെ ഞാനൊരു പഴംപൊരി കഴിച്ചു. നല്ല പഴംപൊരി ആട്ടോ അവിടുത്തെ. നല്ല എന്താ പറയുക, നല്ല പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കുക. അതുകൊണ്ട് വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ രാത്രിയിലേക്ക് കഞ്ഞി വയ്ക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാഡിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ കുഞ്ഞ് പക്കോടയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണത്. ഡിംപിൾ മറ്റേ മുളക് ബജി കഴിച്ചു, ഞാനൊരു പഴംപൊരി കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് അപ്പോൾ നമ്മൾ കാണലേ തന്നെയാണ് കേട്ടോ അവിടെ ഉണ്ടാക്കണത്. ഇപ്പോൾ ബിസ്മി ഭയങ്കര തിരക്കാണ്. കുറേ പേർക്കൊക്കെ അറിയാം, ഞാൻ പറഞ്ഞ് ബിസ്മി ഇതിൻ്റെ സംഭവമാണെന്നറിയാം. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നൂലപ്പം ഉണ്ടായിരുന്നു. 3 തരം ചപ്പാത്തിൻ്റെ അവിടെ കൈകൊണ്ട് ഉണ്ടാക്കിയത്, ആശീർവാദ് ചപ്പാത്തി, പിന്നെ മിഷൻ ചപ്പാത്തി, അങ്ങനെ 3 തരം ചപ്പാത്തി, പൊറോട്ട, എല്ലാതും നല്ലതാട്ടോ അവിടുത്തെ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പിറ്റേ ദിവസത്തേക്കുള്ള നൂലപ്പം, അതായത് സൺഡേ ഇന്നൊക്കെയുള്ള നൂലപ്പം വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ആ ഒരു പണി ഒഴിവാക്കാമല്ലോ. കാരണം നാളെ സൺഡേ ആണ്, എല്ലാവർക്കും കുറച്ചധികം നേരം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ സെലിബ്രേഷൻസിൽ
കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഇസ്രായേലിൽ നിന്ന് സോഫി എന്ന് പറഞ്ഞിട്ട്. സോഫിയുടെ ഒരു ഫ്രണ്ടിന് ഒരു സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഞങ്ങൾ ഒന്നിച്ച് പോകാമെന്നാണ്, പക്ഷേ പറ്റിയില്ല. അപ്പോൾ ഡാഡിയും ഡിംപിളും കൂടിയിട്ടാണ് കേക്കൊക്കെ ഓർഡർ ചെയ്തത്. പക്ഷെ പോകാനായിട്ട് നോക്കിയപ്പോൾ എന്താ പറയുക, ഡോൺ വരാൻ കുറച്ച് ലേറ്റായി. പിന്നെ ആ നേരത്തെ ഇനി പാച്ചുനെയും കൊണ്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡോണും ഡാഡിയും തോമും കൂടിയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങളാണ് കേക്ക് വാങ്ങിക്കാനായിട്ട് കയറിയത്. അങ്ങനെ അതുമ്മ പേരൊക്കെ എഴുതിച്ച് ഞങ്ങളവിടെ നിന്ന്, ഇതിപ്പോൾ നമ്മളുടെ ഏൽപ്പിച്ചത്, എനിക്ക് അവരുടെ പേര് എനിക്കറിയില്ല, ഇവരുടെ ഒരു കേക്ക് ഷോപ്പ് ഉണ്ട് കേട്ടോ. ഒന്നല്ല 2-3 ഉണ്ട്, സെലിബ്രേഷൻസിൻ്റെ തന്നെയാണ്. അവിടെ നിന്നാണ് കേക്ക് ചെയ്തത്. പക്ഷേ വാങ്ങിയത്, ഞാൻ കളക്ട് ചെയ്തത് ഞങ്ങൾ ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല കേക്കായിരുന്നു, മറ്റേ പോക്കറ്റ് കേക്കാണ് വാങ്ങിയത്. ഇപ്പോൾ അതാണ് ശരിക്കും വലിയത് കേക്ക് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും വേസ്റ്റ് ആവും. ഇതാകുമ്പോൾ നല്ല എന്താ പറയുക, അത്യാവശ്യം കഴിച്ച് അങ്ങനെ തന്നെ പിന്നേക്ക് വെക്കേണ്ടാത്ത പോലത്തെ തരാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്താ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ ഞാൻ അറിയാണ്ട് ഡിംപിളെടുത്ത വീഡിയോ ആണത്. അപ്പോൾ ഞാൻ വേഗം വന്ന് ബാക്കി ഓർഡറും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഡാഡി ഇത് പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാൻ എന്താണ് ഏതാണെന്നൊന്നും പറയണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് വേണ്ട. പിന്നെ നമ്മളുടെ തന്നെയാണ് ഓർണമെൻറ്റ്സും സാരിയും. ഞാൻ എന്താണ് ഏതാണെന്ന് ഉദ്ദേശിച്ചത് ഞാൻ കാണിക്കണില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. സാരിയും ഓർണമെൻറ്റ്സും കേക്കും ഒക്കെ കൊണ്ട് സർപ്രൈസായിട്ട് പോയി. അപ്പം ഞാൻ എവിടേക്കാണ് പോയെന്നും പറയില്ല, എന്തിനാണ് പോയെന്നും പറയില്ല. ബർത്ത്ഡേക്കാണെന്ന് മനസ്സിലായി ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. കാരണം നമ്മളീ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായി എന്ന് വരില്ല, എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വെറുതെ അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ചിലപ്പോൾ ഇഷ്ടമാവും, ചിലപ്പോൾ ഇഷ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, വേണ്ട അപ്പം ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഡാഡിയും മോനും കൂടിയിട്ട് ഇതാ പോയി, തോമോനെയും കൊണ്ട് പോയി. അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയതിന് ശേഷം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഷ്ടമായി, ഭയങ്കര സന്തോഷമായി. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ എനിക്ക് സന്തോഷം തന്ന വേറൊരു കാര്യമാണ്, ഇന്ന് ഞാനിതുപോലെ പാക്ക് ചെയ്യുമ്പോൾ അമ്മാമ്മയ്ക്ക് വേണ്ടി ഒരു മോളും കൊച്ചുമോളും കൂടിയിട്ട് ഒരു ഗിഫ്റ്റ് അയച്ച് ഹാപ്പി ബർത്ത്ഡേ അമ്മാമ്മ എന്ന് എഴുതാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളുടെ കൈ കൊണ്ട് ഓരോരുത്തർക്ക് ഗിഫ്റ്റ് കൊടുക്കുക, അവരത് കിട്ടിയിട്ട് സന്തോഷിച്ചിട്ട് അവരുടെ സന്തോഷം എന്നോട് പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ പറയുക, നമ്മളുടെ കാശ് കൊണ്ടല്ലെങ്കിൽ പോലും ഒരാൾ നമ്മുടെ കൈ കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുകയെന്ന് പറയുമ്പോൾ അത് ഭയങ്കര എന്താണെന്ന് അറിഞ്ഞൂടെ, എനിക്ക് അങ്ങനത്തെയൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ രാത്രി ഇതേ ഫുള്ള് ഇവിടെ ഇന്ന് ഡിവൈൻ്റെ വകയായിരുന്നു കേട്ടോ ഡിന്നറ്. മുതിര വെള്ളത്തിലിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്, മീനും പുറത്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിവൈൻ്റെ കോട്ടയം മീൻകറി, മുതിര ഉപ്പേരി, പിന്നെ മീൻ വറുത്തത്, പിന്നെ ചോറ് ഒക്കെ ആയി. ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കായിരുന്നു. കാരണം നമ്മുടെ പാച്ചൂട്ടന് തീരെ വയ്യ. അപ്പോൾ അവനെയും കൊണ്ട് ഡിംപിൾ അങ്ങോട്ട് പോയി. ഇത് നമ്മളുടെ സെലിബ്രേഷൻസ് ഇത് ഞാൻ വാങ്ങിച്ചതാട്ടോ. ഇത് നമ്മുടെ നൂലപ്പം. അപ്പോൾ അതൊക്കെ വെച്ച് കുട്ടികളൊക്കെ നമ്മുടെ റോബോട്ടിനെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന പഴക്കൊലയാണ്, കായക്കൊലയാണ് കേട്ടോ. നമ്മളുടെ വരന്തരപ്പള്ളിയിൽ നിന്നുള്ള കായക്കൊല നല്ല ചൊകച്ചൊകാന്നിരിക്കും. ഇപ്പം ഒറ്റടിക്ക് പഴുക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കളിയാക്കാറുന്നു, ചാക്കോച്ചാ നിനക്കുള്ള പഴം വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ ഡിന്നർ കഴിക്കായിരുന്നപ്പോൾ പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഡിംപിൾ പാച്ചുവിനെ ഉറക്കാൻ പോയി. ഞാൻ പട്ടികൾക്കുള്ള ഇറച്ചിക്ക് ഉള്ള വെള്ളം വെച്ചേക്കണു. ഡിവൈൻ്റെ എല്ലാം കഴിഞ്ഞ് കയറിപ്പോയി. ഇപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അപ്പോൾ നമ്മുടെ റോബോട്ടിനെ ഇട്ടുണ്ട്, അത് അതിൻ്റെ സമയമാകുമ്പോൾ കയറിയിരുന്നോളും. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഞാനത് കാണിക്കുന്നത് ബോറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. ഇപ്പോൾ രാത്രിയാണ് നമ്മളത് അതിൻ്റെ എന്താ പറയുക പണികൾ കഴിച്ചു വെക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ പോയിരിക്കുന്ന സമയമല്ല. സംഭവം രാവിലെ എണീറ്റാൽ ഒരു പണിയാണ്, അല്ലെങ്കിൽ കിടക്കണ നേരത്തെ എനിക്കൊരു പണിയാണ്. പക്ഷെ അത് സാരമില്ല എന്ന് വിചാരിച്ചു. കാരണം അതിന് സൗകര്യം അനുസരിച്ച് ഫർണിച്ചേഴ്സും പിന്നെ എന്താ പറയുക ചവിട്ടികളൊക്കെ നീക്കി കൊടുത്താൽ അത് അതിൻ്റെ ഭംഗി പോലെ ആ പണികളൊക്കെ ചെയ്ത് പൊക്കോളില്ല. അപ്പോൾ രാത്രിയിലാകുമ്പോൾ ക്ലീനായിട്ട് രാവിലെ എണീക്കുമ്പോൾ വീട് നല്ല ക്ലീനായിട്ട് കിടക്കും. അപ്പോൾ ഇപ്പോൾ താഴെ മാത്രമാണ് ചെയ്യണത് കേട്ടോ, മുകളിലേക്ക് കൊണ്ടുപോയി തുടങ്ങിയിട്ടില്ല. മുകളിൽ വാക്യൂം ക്ലീനറും പിന്നെ 2 തരം വാക്യൂം ക്ലീനറുണ്ട്. അപ്പോൾ ഡിവൈൻ അത് വെച്ചിട്ടാണ് സംഭവം ചെയ്യുന്നത്. അപ്പോൾ വലിയ വാക്യൂം ക്ലീനർ ശരിക്കും പറഞ്ഞാൽ കുറേ വർഷം പഴക്കമുള്ളതാണ്. ഇപ്പോൾ ശരിക്കും അത് ഉപയോഗിക്കാണ്ടായി എന്ന് തന്നെ പറയാം. കാരണം ഭയങ്കര ഒച്ചയും പിന്നെ കുട്ടികളുടെ ഇടയിൽ അത് കൊണ്ട് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടും
ഒക്കെ ഇപ്പോൾ പിന്നെ പറയുന്നില്ലേ, കാലം മാറുമ്പോൾ പുതിയ പുതിയ സംഭവങ്ങളായിട്ട് നമ്മളങ്ങോട്ട് എഴുതി അങ്ങോട്ട് ചേരുന്നു, അത്ര തന്നെ. അങ്ങനെ ഇന്നത്തെ വീഡിയോ വളരെ പെട്ടെന്ന് കഴിഞ്ഞു എന്നുള്ളത് എനിക്കറിയാം, പക്ഷേ നിവൃത്തിയില്ല, എനിക്ക് ഇത്രയ്ക്കേ പറ്റുള്ളൂ എന്ന് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ ഞായറാഴ്ചയാണ്, നല്ലൊരു ഞായറാഴ്ച എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.